പറ്റോ സക്കീർ ബായിക്ക് എന്ന് ചോദിച്ച പോലെ പറ്റോ സംഘികളെ നിങ്ങളുടെ വിശ്വഗുരുവിന് ഇതുപോലെ നിന്നിട്ട് സംസാരിക്കാൻ മാധ്യമങ്ങളുടെ മുമ്പിലെ, അതായത് സ്ക്രിപ്റ്റഡ് അല്ലാത്ത ഒരു പത്രസമ്മേളനം നടത്താൻ പറ്റുമോ? നടക്കൂല. നിന്നിടത്ത് നിന്നേ അപ്പിക്കിടേണ്ടി വരും. അല്ലാണ്ട് നടക്കൂല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വെറും 6 വയസ്സായിട്ടുള്ളൊരു കുട്ടിയാണ്. 6 വയസ്സിൽ ആലോചിച്ച് നോക്കണം, സംഘികളും അല്ലെങ്കിൽ മറ്റ് കാണുന്ന ആളുകളും നമ്മളൊക്കെ ആലോചിച്ച് 6 വയസ്സിലെ ഒന്ന് നീറ്റിന്ന് വരിക സംസാരിക്കാൻ പോലും പറ്റാത്ത രീതിയിലായിരിക്കും ബാക്കി സാധാരണ മക്കൾ എന്ന് പറഞ്ഞാൽ. ഇതുപോലെ വന്നിട്ട് ഇത്രയും പത്രങ്ങളുടെ മുമ്പിൽ അവർ ചോദിക്കുന്ന സ്ക്രിപ്റ്റഡ് അല്ല കേട്ടോ, അവർ ചോദിക്കുന്ന ഗോതമ്പിയുടെ അടക്കമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്തതാ. ബീഹാറിൽ കഴിഞ്ഞ ദിവസം സമ്രാട്ട് ചൗധരിയുടെ വീടിൻ്റെ മുമ്പിൽ ഒരു വലിയ പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട്. ബീഹാറിലെ പല എക്സാമുകളുടെ തിരിമറികളും പല എന്താ പറയുക ഉദ്യോഗാർത്ഥികളുടെ നിയമനത്തിൻ്റെ കാര്യത്തിൽ വലിയൊരു പ്രൊട്ടസ്റ്റ് ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. ആ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ എത്തിയിട്ടുള്ളൊരു കുട്ടിയാണ്, 6 വയസ്സായിട്ടുള്ളൂ, അവിടുത്തെ ഒരു വില്ലേജിൽ നിന്ന് വന്നതാണ്. എൻ്റെ മുമ്പുള്ള ആളുകൾക്ക് ഇതാണ് അവസ്ഥ എങ്കിൽ ഞാനൊക്കെ ഇനി പഠിച്ചിങ്ങോട്ട് എത്തുന്ന സമയത്ത് എന്തായിരിക്കും അവസ്ഥ? 10ാം ക്ലാസ് പോലും പാസ്സാവാണ്ട് വായിൽ ഹാൻഡ്സ് വെച്ച്, അതും ഇവിടെ ഇതിൻ്റെ നിയമസഭേൻ്റെ അകത്ത് ഹാൻഡ്സ് വെച്ച് ഇരുന്ന് സംസാരിക്കാൻ അറിയാത്ത ഇത്തരത്തിലുള്ള മുഖ്യമന്ത്രിയുള്ള നാടാണ് ഞങ്ങളുടെ നാട്. ഞങ്ങളുടെയൊക്കെ ഭാവിയുടെ അവസ്ഥ എന്താണ്? BJP-കാരുടെ സകലണത്തിന് മുഖത്തടിച്ച പോലത്തെ ചോദ്യങ്ങളാണ് കുട്ടികൾ ചോദിച്ചിരുന്നത്. അതുമാത്രമല്ല, സമ്രാട്ട് ചൗധരിയെ പോലത്തെ ആൾക്കാർ എടുത്തെറിയണമെന്നും കൂടാണ് ഇവൻ ആ ഒറ്റ പത്രസമ്മേളനത്തിൽ അവൻ പറഞ്ഞിട്ടുള്ളത്. അതിന് അവനെ പോലീസ് തൂക്കിക്കൊണ്ടുപോകുന്ന രംഗങ്ങളും നമ്മൾ കണ്ടു. ഇത്ര ഗതികെട്ട BJP സർക്കാരും BJP ഗവൺമെന്റിനെയും കഴിഞ്ഞ കുറച്ചായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആർക്കും മറുപടി കൊടുക്കാൻ പറ്റാത്ത, പ്രത്യേകിച്ച് ജെൻസിക്ക് അല്ലെങ്കിൽ ജെൻ ആൽഫ ജെൻ ബീറ്റയ്ക്ക് പോലും മറുപടി കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വളഞ്ഞു തിരിഞ്ഞ് മൂക്കുത്തിരിക്കുന്ന BJP-യും രാജ്യം ഭരിക്കുന്ന പാർട്ടിയും അല്ലെങ്കിൽ ഗവൺമെന്റിനെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നും പ്രൊട്ടസ്റ്റ്, അതായത് ഒരു രീതിയിൽ അതൊന്നും ഈ ഒരു പ്രൊട്ടസ്റ്റുകളും ഇപ്പോൾ ഏത് പ്രൊട്ടസ്റ്റ് എടുത്തു കഴിഞ്ഞാലും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ മുമ്പിലൊന്ന് പോയിട്ടേ ഇങ്ങനെയല്ല തിരിച്ചാണെന്ന് പറയാൻ പോലും പറ്റാത്ത അവസ്ഥ. ഇനിയിപ്പോൾ സെപ്റ്റംബർ 4-5 സമയമാകുമ്പോഴേക്കും അടുത്ത പ്രൊട്ടസ്റ്റ് വരുന്നത് CJP-യുടെ പ്രൊട്ടസ്റ്റ് വരുന്നത്. എന്ത് ചെയ്യുന്ന അറിയില്ല ഇവർക്ക്. അതായത് ഇത്രയും കാലം ഇവർ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴേക്ക് എന്തെങ്കിലും അതിൽ നിന്ന് പ്രശ്നം തലതിരിക്കാൻ വേണ്ടി ആളുകളെ തമ്മിൽ അടുപ്പിക്കുന്ന കുറേ വാർത്തകൾ വിട്ട് രാഹുൽ ഗാന്ധിനെ കുറേ ചീത്ത പറഞ്ഞ് കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലും ആളുകളെ ഡിവൈഡ് ചെയ്യുക, ആളുകളെ തമ്മിൽ അടുപ്പിക്കുന്ന പരിപാടികൾ കൊണ്ടുവച്ചിട്ട് ഇവന്മാരത് മേക്കപ്പ് ചെയ്ത് കൊണ്ടുവന്നു. പക്ഷേ ജെൻസികൾ പുറത്തിറങ്ങിയപ്പോഴേ, കാരണം ഈ ജെൻസികൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ കാണുന്ന 22, 23, 24, 25 വയസ്സുള്ള പിള്ളേർ പുറത്തിറങ്ങിയപ്പോൾ പ്രശ്നം എന്താണെന്ന് അറിയോ? 12 വർഷം മുമ്പ് ഈ പിള്ളേർക്ക് വെറും 12 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഇവർക്ക് ഇതിനെപ്പറ്റി അറിയില്ല. കഴിഞ്ഞ ഈ പഠിച്ച് അവർ ആ പഠിത്തം കഴിഞ്ഞ് ഇങ്ങനെ ജോലി എന്നുള്ളൊരു അവസ്ഥയിലോട്ട് അവരെത്തിയപ്പോൾ അവർ ഈ 12 വർഷം അനുഭവിച്ച കാര്യങ്ങൾ റിയലൈസ് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി. അതാണ് ഈ ഫേസ്ബുക്ക് അമ്മാവന്മാർക്കും സംഖ്യ അമ്മാവന്മാർക്കും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അവിടെ നിൽക്കട്ടെ, ഇൻസ്റ്റാഗ്രാമിൽ അവന്മാർ പെട്ടിട്ടുള്ളത്. ഇത്രയും കാലം വാട്സപ്പ് യൂണിവേഴ്സിറ്റിയും ഫേസ്ബുക്ക് യൂണിവേഴ്സിറ്റിയും കൂടെ അടക്കി ഭരിച്ച് വാണുകൊണ്ടിരുന്ന സകല BJP IT സെല്ലിൻ്റെ സകല വട്ടന്മാരും ഇപ്പം നെട്ടോട്ട് ഓടുന്ന അവസ്ഥ. പോസ്റ്റുകളൊക്കെ 50,000 60,000 പോസ്റ്റുകൾ വെച്ച് ട്വിറ്ററൊന്നും ഫേസ്ബുക്കൊന്നും മറ്റോടൊന്നും റിമൂവ് ചെയ്യപ്പെടേണ്ടി വരുന്ന ഒരു BJP IT സെല്ലിൻ്റെ അവസ്ഥ. ഏതായാലും നമുക്ക് ഈ കുട്ടിയുടെ കഥ ഒന്ന് ആദ്യം കണ്ടിട്ട് പോകാം. ഇന്നലെ ബീഹാറിൽ സമ്രാട്ട് ചൗധരിയുടെ വീടിൻ്റെ മുമ്പിൽ നടന്നിട്ടുണ്ടായിരുന്ന ഒരു പ്രക്ഷോഭത്തിൻ്റെ ഭാഗമാണ് ഈ 6 വയസ്സുള്ള കുട്ടി ആദിത്യകുമാർ എന്ന പേര് വൈറലായി പോയിട്ടുണ്ടായിരുന്നത്. ഈ വളർന്നു വരുന്ന സമയത്ത് പേപ്പർ ചോർച്ച തൻ്റെ ഭാവി തകർക്കുമോ എന്ന ഭയമാണ് ഈ സമരത്തിനോട്ട് എനിക്ക് എത്താനുള്ള പ്രചോദനം തന്നിട്ടുള്ളത്. പോലീസ് ലാത്തി വീശിയും ജയിലിലടച്ചാലും ഞാനിതിനെ നേരിടും. എന്നാൽ ഈ അഴിമതി നിറഞ്ഞ ഭരണ സംവിധാനത്തെ മാറ്റിയെടുക്കണം എന്നാണ് ആ കുട്ടി വിളിച്ചവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ ശരി അഭിമാനിക്കണം. ഇങ്ങനത്തെ തലമുറ വളർന്നു വരുന്ന നമ്മൾ അഭിമാനിക്കുക വേണ്ടത്. അതല്ലാണ്ട് മോദിയുടെ പേരും പറഞ്ഞ് മോദി 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 ഭക്തി കയറി റോട്ടിലും പണ്ട പാർക്കിലും അവിടെ ഇവിടെ അലഞ്ഞിരിക്കുന്നതല്ല നമ്മുടെ രാജ്യത്തെ കുട്ടികളുടെ വളർച്ച എന്ന് പറയുന്നത്. അത് ഇവിടെ വളരണം. അതല്ലാണ്ട് അവിടെ ഇമോഷൻസും ഇത്തരത്തിലുള്ള ആളുകൾ തമ്മിലുള്ള വിദ്വേഷവും എല്ലാം വളർത്തുന്നത്. ഇത്രയും കാലം BJP നല്ല വ്യക്തവും വെട്ടിപ്പായിട്ടും ചെയ്തു. ഇനി അവിടെ നിന്ന് നടക്കാത്ത അവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ട്. വനിതാ പോലീസുകാരും ചേർന്നിട്ടാണ് കുട്ടി സംസാരിച്ച് ഇരിക്കുന്നതിന് സമയത്ത് അവൻ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നത്. അതിലോട്ട് ഇടപെടാമെന്ന മറ്റ് മാധ്യമ പ്രവർത്തകർ, ഞാൻ ഗോതമ്പിയുടെ കാര്യമില്ല പറയുന്നത്, മറ്റ് മാധ്യമ പ്രവർത്തകരെ മാറ്റി നിർത്തി അവൻ അവിടെ നിന്ന് പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന രംഗങ്ങളും ഇന്നലത്തെ പലതിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ദേശ് बहुत आगे बढ़ रहा है, आगे बढ़ने वाला है और आपका भी आगे बढ़ना निश्चित हो, यही मेरा सपना है. मैं आपके लिए जीता हूं,
आपके उज्जवल ഈ പ്രക്ഷോഭത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള കാര്യം ഉണ്ടായിരുന്നു അവിടുത്തെ 70ാമത്തെ BPSC പ്രാഥമിക പരീക്ഷകൾ റദ്ദാക്കണം. കാരണം വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ, ചോദ്യപേപ്പർ ചോർച്ചയും ഇത് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് സുതാര്യത ഒട്ടുമില്ല. അതുകൊണ്ട് ഈ പരീക്ഷ റദ്ദാക്കണം. ഇത് BJPക്ക് വേണ്ടി അല്ലെങ്കിൽ BJP നേതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ പഠിക്കാത്ത വിവരമില്ലാത്ത വെളിവ് കെട്ട പിള്ളേർക്ക് വേണ്ടി മാത്രം നടത്തിയിട്ടുള്ള ഒരു പരിപാടിയാണെന്നാണ് അവിടുത്തെ വിദ്യാർത്ഥികളും അല്ലെങ്കിൽ മറ്റ് ഈ സമരത്തിന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല ഇവിടുത്തെ അധ്യാപക നിയമനം ഒറ്റഘട്ടമാക്കി നടത്തണം എന്നുള്ള ഡിമാൻഡ് ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇനി സംസ്ഥാനത്ത് അതായത് ബീഹാറികളായിട്ടുള്ള ആളുകൾക്ക് മാത്രം തന്നെ അവിടുത്തെ സർക്കാർ ജോലികളും ബീഹാർ സർക്കാരിന്റെ ജോലിയും അതുപോലെ അധ്യാപന നിയമനങ്ങളും നടത്തണം എന്നാണ് പറഞ്ഞത്. അവിടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരുപാട് രീതിയിൽ റെക്കമെൻഡേഷൻ ബാക്കി പല കാര്യങ്ങളായിട്ട് അവിടെ ആൾക്കാരെ നിയമിക്കുന്നുണ്ട്. അതിന് പകരം അവിടുത്തെ ബീഹാറിൽ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രം ഈ നിയമനം കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നിയമങ്ങളിലെ കാലതാമസം ഒഴിവാക്കി തരണം, കൃത്യസമയത്ത് നോട്ടിഫിക്കേഷനുകൾ ഇറക്കണം, പ്രായപരിധി കഴിഞ്ഞുള്ള ഉദ്യോഗസ്ഥർക്ക് ഇളവ് അനുവദിക്കുകയും ചെയ്യണം. കാരണം ഒരുപാട് കാലമായിട്ട് അവിടെ ഒരു തരത്തിലുള്ള നിയമനങ്ങൾ നടക്കുന്നില്ല. കേരളത്തിലെ ഒരു പ്രശ്നം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വെറും ഇതുപോലത്തെ ചോദ്യപേപ്പർ ചോർച്ചകളും അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളും ഇല്ല. അതിൻ്റെ ബേസ് വേറെ തന്നെയാണ്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പറയാം. ഇവിടെ നടക്കുന്ന അങ്ങനെയല്ല. ഇവിടെ ഈ BJPക്ക് വേണ്ടിയിട്ട്, യുവമോർച്ചയ്ക്ക് വേണ്ടിയിട്ടും ബാക്കി സംഘപരിവാർ സംഘടനകൾക്ക് വേണ്ടിയിട്ടും അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ടും എന്ത് തോന്നിവാസം നടക്കുന്ന രീതിയിൽ ഈ ബീഹാറിനാക്കിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ ഉള്ള സംസ്ഥാനങ്ങളിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് ബീഹാറാണ്. അത് മാത്രമല്ല ഏതൊരു ഇൻഡസ്ട്രി എടുത്തു കഴിഞ്ഞാൽ ഒരു ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡസ്ട്രികൾ നിങ്ങൾ ഏത് വേണമെങ്കിലും എടുത്തു കഴിഞ്ഞാലും എത്രയും ക്വാളിറ്റി ഇല്ലാത്ത അവസ്ഥയിലോട്ട് ബീഹാർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 10-20 വർഷത്തോളമായിട്ട് അവിടെ നിതീഷ് കുമാറാണ് ഭരിക്കുന്നത്. നിതീഷ് കുമാർ ഏത് പാർട്ടിയുടെ കൂടെയാണ് കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. വളരെ വൃത്തികെട്ട അവസ്ഥയിലാണ് അവിടുത്തെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവസാനം ഒന്നും ഇല്ലാണ്ട് ഒരു ബോധമില്ലാത്ത ഒരു മുഖ്യമന്ത്രിനെ അവിടെ കൊണ്ടിരുത്തിയിട്ടുണ്ട് BJPക്ക് വേണ്ടിയിട്ട്. ഒരു ഒന്നാം തരം ഗുണ്ട എന്നാണ് ഈ പറഞ്ഞ പല സ്ഥലത്തും ഇയാളെ ആൾക്കാർ ചിത്രീകരിച്ച് വെച്ചിട്ടുള്ളത്. അതായത് ഒരുപാട് ക്രിമിനൽ കേസ്, 7-8 ക്രിമിനൽ കേസ് ഇയാളുടെ പേരിൽ ഇപ്പോഴും ഉണ്ട്. ഹാൻഡ്സ് വരെ വായിൽ വെച്ചിട്ട് ചവച്ചുകൊണ്ട് പാർലമെന്റിൽ നിന്ന് സംസാരിക്കുന്ന 10ാം ക്ലാസ് പോലും പാസ്സാവാത്ത ഒരു മുഖ്യമന്ത്രിയുടെ നാട്. എന്താണ് ബീഹാറിൽ നടക്കുന്നതെന്നോ ഇങ്ങനെ നടക്കുന്നു എന്ത് നടക്കുന്നു ഒരു ഐഡിയ ഇല്ലാത്ത അവസ്ഥയിൽ ബീഹാർ എന്നൊരു ഒരു സംസ്ഥാനം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും നമ്മളെപ്പോഴും കാണാറുണ്ട് കോടികളാണ് ബീഹാറിന് വേണ്ടിയിട്ടും, അതായത് BJPയുടെ കുത്തുകാലികളായിട്ടുള്ള ബീഹാർ എന്താ പറയുക നമ്മുടെ നിതീഷ് കുമാറിൻ്റെ പാർട്ടിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർ ബീഹാറികളായതുകൊണ്ട് തന്നെ ബീഹാറിലോട്ട് ഓരോ ബഡ്ജറ്റിനും കോടിക്കണക്കിന് രൂപയെ കൊടുക്കുന്നത്. എന്നിട്ടും അവിടെ ഓരോ ആഴ്ച ഓരോ പാലം വെച്ചാൽ തകർന്നുകൊണ്ടിരിക്കുന്നത്. സകല റോഡുകളും പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂളുകളില്ല, വിദ്യാഭ്യാസം മര്യാദയ്ക്ക് കിട്ടുന്നില്ല, തൊഴിലവസരങ്ങളില്ല. ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിലെ കേരളത്തിലും പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിലും നമ്മുടെ ഈ ബാംഗ്ലൂരോട്ടും തമിഴ്നാട്ടിലോട്ടൊക്കെ ജോലി ചെയ്യാൻ വരുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ എവിടെ നിന്നാണ്? ബീഹാറിൽ നിന്നും അസാമിൽ നിന്നും. അതായത് BJP മുടിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളാണിത്. ദിവസം കൂടുന്തോറും അവിടുത്തെ ആളുകൾ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ബീഹാറിൽ നിന്നും അസാമിൽ നിന്നും ഛത്തീസ്ഗഡിൽ നിന്നും പറഞ്ഞ സകല രാജസ്ഥാൻ എല്ലാ സ്ഥലത്തു നിന്നും ആളുകൾ ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലോട്ട്. എന്താ നമ്മുടെ നാട്ടിൽ ഗുണമുണ്ട്, ജോലിയുണ്ട്, പൈസ ഉണ്ട്. അത് കണ്ടതുകൊണ്ട് തന്നെയാണ് ഈ ആളുകൾ ഇങ്ങോട്ട് വരുന്നത്. അവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അറിയാം അവിടുത്തെ പരിതാപകരമായിട്ടുള്ള അവസ്ഥ. ഓരോ സ്കൂളുകൾ എടുത്ത് പോയി കഴിഞ്ഞാൽ CJP പ്രൊട്ടസ്റ്റ് നടത്തുന്നുണ്ട്. CJP പല സത്യങ്ങളും പുറത്തോട്ട് കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക്. അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ ഓരോ ചാത്രോക്കി ഗൂൻസ് എന്ന് പറഞ്ഞ പരിപാടി ചെല്ലുന്ന സ്ഥലത്ത് ആൾക്കൂട്ടം കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും എത്ര പേരാണ് നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികളും ജൻസികളും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവരെ തിരിച്ചറിഞ്ഞ് അവർ പുറത്തോട്ട് വന്നു. ഈ അടുത്ത് ഇത് അറിയാണ്ട് ഇത്രയും കാലം ആളുകളെ തമ്മിലടുപ്പിച്ച് ജീവിക്കാം എന്ന് വിചാരിച്ചിട്ടുള്ള ആളുകളായിരുന്നു ആര്? ഈ പറഞ്ഞ BJP. അത് നടക്കുന്നില്ല എന്ന് മനസ്സിലായി. BJPയുടെ ഓരോ പുതിയ സോഷ്യൽ മീഡിയ നേതാക്കളും ഞാൻ ചില എക്സാമ്പിൾ മാത്രമേ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇതിനെ കണ്ണ് തള്ളിപ്പോകുന്ന എക്സാമ്പിളുകൾ കാണിച്ചു തരാം. അതായത് പുതിയ ടീം ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പഴയ ടീമിൽ ഒരുപാട് പേരെ മാറ്റി. ഇനി പഴയ ടീമിൽ തന്നെയുള്ള പല ആളുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ കോമഡിയാണ്. അതായത് അരുൺ യാദവ് എന്ന് പറഞ്ഞാൽ ഹരിയാനയിലെ BJPയുടെ മീഡിയ കൺവീനറായിരുന്നു. പുള്ളി ഏകദേശം 60,000 പോസ്റ്റുകളാണ് മുക്കിക്കളഞ്ഞത് ഈ കഴിഞ്ഞ മാസം. എന്താ ആ പോസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതവിദ്വേഷം ഉണ്ടാക്കുക, എതിർ പാർട്ടികളെ പറ്റി ഏറ്റവും നീചമായിട്ടും മോശമായിട്ടും സംസാരിക്കുക, അത്തരത്തിലുള്ള 60,000 പോസ്റ്റുകളാണ് ഇയാൾ മുക്കിക്കളഞ്ഞിട്ടുള്ളത്. അതിൽ ചില പോസ്റ്റുകളുണ്ട്, അതായത് ഈ മതവിദ്വേഷം ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ കള്ളും അതിൻ്റെ കൂടെ തന്നെ കഴവയുടെ ഫോട്ടോ വരെ വെച്ചിട്ട് ഇയാൾ ട്വീറ്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലത്തെ ഒരുപാട് ട്വീറ്റുകൾ. ഇനി അത് മാത്രമല്ലാതെ പിന്നെ അലോക് ഭക്ത് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഉത്തരാഖണ്ഡിലെ സോഷ്യൽ മീഡിയ കൺവീനർ ആയിരുന്നു. അയാളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് തന്നെ ഡിലീറ്റ് ചെയ്ത് പുതിയ അക്കൗണ്ട് തുടങ്ങി. കാരണം അതിൽ മൊത്തം ചെറ്റത്തരമാണ് അയാൾക്കും ബാക്കിയുള്ള ആൾക്കാർക്കും ആളുകൾ ജെൻസി നോട്ട് ചെയ്യുന്നില്ലെന്ന് അറിയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് പ്രീതി ഗാന്ധിയാണ്. അതായത് മഹാരാഷ്ട്രയിലെ കൺവീനറാണ്, മീഡിയ കൺവീനർ. എക്സ് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് പുതിയ അക്കൗണ്ട് ഉണ്ടാക്കി, പുതിയ ട്വിറ്റർ അക്കൗണ്ട് ഉണ്ടാക്കി. ഇതുപോലെ IT സെല്ലിലുള്ള 100 കണക്കിന് ആൾക്കാരാണ് BJPയുടെ IT സെല്ലിലെ ആൾക്കാർ. ഇനി ഈ പറഞ്ഞ പരിപാടി നടക്കില്ല, ഈ ആൾക്കാരെ തമ്മിലടുപ്പിച്ച് മതം പറഞ്ഞിട്ടുള്ള ചെറ്റത്തരം ഞങ്ങളായിട്ടുള്ള ചെറ്റകൾ ഇനിയും ഈ ചെറ്റത്തരം ചെയ്തുകൊണ്ടിരുന്നാൽ ജെൻസി ഞങ്ങളിട്ട് ചെറ്റടിക്കും എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഇപ്പം വന്മാരൊക്കെ അതൊക്കെ ഡിലീറ്റ് ചെയ്ത് പുതിയ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് നമ്മുടെ ജിക്ക് നടക്കില്ല. ഇതുപോലെ ഒരു കുട്ടി വന്ന് പോലും സംസാരിക്കേണ്ട അവസ്ഥയിലോട്ട് ഇന്ത്യ എത്തിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എത്ര കുട്ടികൾ എങ്ങനെ വന്ന് സംസാരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മുടെ ജിക്ക് ഇന്നാലും വാ തുറക്കാൻ പറ്റില്ല. നമ്മുടെ G7 ഉച്ചകോടിക്ക് പോയിട്ടേ
അവിടെ നിന്ന് ജി വരുന്ന പരിപാടിക്ക്, പ്രത്യേകിച്ച് ജിയും ട്രംപും ഇരിക്കുന്ന പരിപാടിക്ക് വാർത്താമാധ്യമങ്ങൾക്ക് ചോദ്യം ചെയ്യാനുള്ള അവസരം കൊടുക്കരുത്, ആ ഒരു സെഷൻ ഒഴിവാക്കി തരണമെന്ന് പറഞ്ഞ ജിയും നമ്മുടെ വിദേശകാര്യ ടീംസുമാണ് അവിടെ അന്ന് പോയിരുന്നത്. എന്നിട്ട് പോലും ട്രംപ് പൊട്ടനായതുകൊണ്ടോ അതല്ലെങ്കിൽ ട്രംപ് നമ്മുടെ ജീനൊന്ന് പെടുത്തണം എന്നുള്ളത് കൊണ്ടോ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ജി കൈയെടുത്ത് പോയതിനു ശേഷം ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ട്, ഇനി ക്വസ്റ്റ്യൻസ് ചോദിച്ചോടുകൂടി ജി അവിടെ ഇരുന്നിട്ട് 3/4 മണിക്കൂർ വിയർത്തത് നമ്മൾ കണ്ടിട്ടുണ്ട്. Ensuring the restoration of peace and making efforts towards restoration of peace and stability in West Asia. Thank you very much. Thank you. Thank you, friends. Thank you. Any questions? Thank you, Mr. President. We just heard the Prime Minister praise your efforts. ഇപ്പോൾ സെർജിയോ ഗോറ എന്ന് പറഞ്ഞത്, അത് ഇന്ത്യ യുണൈറ്റഡ് സ്റ്റേറ്റ് അംബാസിഡറാണ്. കഴിഞ്ഞ ദിവസം പുള്ളി എന്താണെന്ന് പറഞ്ഞത്, അതായത് പുള്ളി ഒരു ഇന്ത്യ ടുഡേ ഒരു കോൺക്ലേവ് പോലെ നടന്ന പരിപാടി പറഞ്ഞു പോയതാ. അതായത് G7 ഉച്ചകോടിക്ക് ഇന്ത്യൻ വിദേശകാര്യ ടീം പറഞ്ഞിരുന്നത് അതായത് ഇവരുടെ കൂടിക്കാഴ്ച ഉണ്ട്, അതിൽ മോദിജി കുറച്ച് പേപ്പറിൽ എഴുതി വെച്ച്, നിങ്ങൾ കണ്ടു കാണും, പേപ്പറിൽ എഴുതി വെച്ചിട്ട് നിങ്ങൾ ഞങ്ങളുടെ കപ്പലുകളൊക്കെ നോക്കണേ, ഞങ്ങളുടെ കപ്പലിലോട്ടൊന്നും നിങ്ങളിങ്ങനെ ബോംബ് ചെയ്യാനോ അല്ലെങ്കിൽ മിസൈൽ ചെയ്യാനോ നിൽക്കരുത്, കാരണം ഇത് ഒരുമിച്ച് ഒരുപാട് പാവപ്പെട്ട ആൾക്കാരുള്ളല്ലേ എന്ന് പറഞ്ഞ് വായിച്ച് കൈ കൊടുത്ത് നീക്കാൻ പോയ സമയത്തായിരുന്നു നമ്മുടെ ഡൊണാൾഡ് ട്രംപ് ഒരു ഒറ്റയടി ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ, അതോടുകൂടി കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു, അതിനുള്ള മറുപടി ഡൊണാൾഡ് ട്രംപ് കൊടുത്തു. നമ്മുടെ ജീനോട് ഒന്നും കൊടുത്തിട്ടില്ല, ജി മിണ്ടാതെ അവിടെ ഇരിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. വിദേശത്ത് മാത്രമല്ല ഇന്ത്യയിൽ പോലും പത്രങ്ങളുടെ മുമ്പിൽ സ്ക്രിപ്റ്റ് എഴുതാണ്ട് വരാൻ ഇയാൾക്ക് പറ്റിയിട്ടില്ല കഴിഞ്ഞ 12.5 വർഷമായിട്ട്. എന്നിട്ടാണോ നിങ്ങൾ വിദേശത്ത് പോയിട്ടുള്ള വിദേശ പത്രങ്ങളുടെ മുമ്പിൽ ഇയാൾ നിൽക്കാൻ പോകുന്നത്? അത് എവിടെയൊക്കെ നമ്മൾ കണ്ടു, നോർവേയിൽ നമ്മൾ കണ്ടു, എന്താ ഉണ്ടായിരുന്നു, ഓസ്ട്രേലിയയിൽ നമ്മൾ കണ്ടു. അവിടുത്തെ പത്രങ്ങളെ നമ്മുടെ ജിയെയും നമ്മുടെ ഇന്ത്യയും സകലത്തിൽ മൊത്തത്തിൽ ഊക്കിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മൾ കണ്ടു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടക്കുന്നത്. പിടികിട്ടാണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞ BJP എന്ത് ചെയ്യണം എന്നറിയാണ്ട് അന്തം വിട്ട് കുന്തം പോയ അവസ്ഥയിലാണ് ഇപ്പം BJP നിൽക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.